ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ പ്രതിഷേധം ശക്തം. കൊല്ലത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ നാമജപ യാത്ര നടത്തി. ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും രാജിവെക്കണമെന്ന ആവശ്യമുയർത്തിക്കൊണ്ടായിരുന്നു പ്രതിഷേധം. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ നിർണായക വിവരങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധം ശക്തമാക്കിയത്. കൊല്ലത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധ നാമജപ യാത്ര ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി മഞ്ഞപ്പാറ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉപാധിയാക്കിയെന്നും പിന്നിൽ വലിയ കള്ളത്തരം നടന്നതായും അദ്ദേഹം പറഞ്ഞു. ഒരു കാര്യം വ്യക്തമാണ്, ഇവിടെ 3 കള്ളന്മാരിൽ അരക്കള്ളനും മുക്കാക്കള്ളനും മുഴുക്കള്ളനും ആരാണ് എന്ന് ദേവസ്വം ബോർഡ് ഞറുക്കിട്ടെടുത്തിട്ടില്ല ഭക്തജനങ്ങളെ. കാരണം ഇവിടെ എല്ലാം ഞറുക്കിട്ടെടുക്കുകയാണല്ലോ. അത് ഞറുക്കിട്ടെടുക്കാൻ പറ്റിയില്ല. കാരണം ആഗോള സംഗമം എന്ന് പറയുന്ന ആഗോള തട്ടിപ്പ് നടത്തിയിട്ട് ആഗോള ഭാഗത്തു നിന്ന് പണം കൊണ്ടുവന്ന് അവിടെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടൊരു വലിയ സംരംഭം അവിടെ ഒരുക്കിയിട്ട് അയ്യപ്പൻ്റെ സ്വർണം പൂർണ്ണമായിട്ട്, അയ്യപ്പൻ്റെ ആടയാഭരണങ്ങൾ പൂർണ്ണമായിട്ട്, അയ്യപ്പൻ്റെ യോഗദണ്ഡ് പൂർണ്ണമായിട്ട്, അയ്യപ്പൻ്റെ കമണ്ടല് പൂർണ്ണമായിട്ട് അവിടെ നിന്ന് കളവ് പോയിരിക്കുകയാണ്. ഇതെല്ലാം വ്യക്തമായിട്ട് കൊണ്ടുവരുമ്പോൾ ഇതൊക്കെ ഉള്ളതാണോ, ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണോ, അതേ മുക്കുപണ്ടമാണോ എന്നൊന്നും പരിശോധിക്കാനുള്ള അധികാരം ഭക്തജനങ്ങളെ നമുക്കില്ല. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി തെക്കടം സുദർശനൻ മുഖ്യ പ്രഭാഷണം നടത്തി. വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് വിജയൻപിള്ള, ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി RT ശ്യാംകുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരിഹർ അയ്യർ, അയ്യപ്പ സേവാ സമാജം ജില്ലാ സെക്രട്ടറി സുനിൽ മങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു.